റൈസൊക്കെ ഒരു 95% കുക്കായിരിക്കുകയാണ്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇങ്ങനെ ബാക്കി ആ ചൂടിലിരുന്ന് ബാക്കിയും കൂടെ നമുക്ക് വെന്ത് കിട്ടും. നമ്മളുടെ അരി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്തതൂടെ ചേർക്കാം. മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമല്ലാത്തെങ്കിൽ നമുക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. മല്ലിയില ചേർത്ത ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് അടച്ചു വയ്ക്കാം. വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജീര റൈസ് റെഡി ആയിരിക്കുകയാണ്. ചോറ് വെക്കാൻ അധികം ടൈം ഇല്ലെങ്കിൽ ഇതേപോലെ റൈസ് നമുക്ക് ട്രൈ ചെയ്യാം.